ഊട്ടിയിൽ താളവട്ടത്തിന്റെ ചിത്രീകരണം നടക്കുന്ന സമയം. അഷ്ടബന്ധം എന്ന സിനിമയുടെ ഗാന ചിത്രീകരണത്തിൽ പങ്കെടുക്കാൻ മുകേഷിനും ലിസിക്കും മദ്രാസിലേക്ക് പോകണം. ഏത് സ്ഥലത്തും ഏത് സമയത്തും ട്രെയിൻ ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും റെഡിയാക്കാൻ സിനിമാക്കാർക്ക് ചില ഏജന്റുമാരുണ്ട്. തുക വളരെ കൂടുതലായിരിക്കുമെങ്കിലും അത്യാവശ്യത്തിന് ഉപകരിക്കും. അത്തരമൊരു ഏജന്റ് മുകേഷിന്റെയും ലിസിയുടെയും ടിക്കറ്റിന്റെ കാര്യം ഏറ്റെടുത്തു. മേട്ടുപ്പാളയത്ത് നിന്നാണ് ട്രെയിൻ. മുകേഷും ലിസിയും അവിടെ എത്തി. പക്ഷെ ഏജന്റ് നിസ്സഹായനായി കൈമലർത്തുന്നു. അക്കാലത്ത് AC കമ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നില്ല. ഉള്ളത് ഫസ്റ്റ് ക്ലാസ് മാത്രം. ഏതോ തെലുങ്ക് സിനിമാക്കാർ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് മുഴുവൻ ബുക്ക് ചെയ്തിരിക്കുന്നു. ഏജന്റിന് മലയാളികൾ 50 രൂപ കൈക്കൂലി കൊടുക്കുന്നിടത്ത് തെലുങ്കർ 500ഉം 1000ഉമാണ് കൊടുക്കുന്നത്. അത്ര ദൂർത്തരാണ് തെലുങ്ക് സിനിമാക്കാർ. ട്രെയിൻ പുറപ്പെടുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തെലുങ്ക് നായകൻ കമ്പാർട്ട്മെന്റിന് അടുത്തേക്ക് വന്നു. അത് ചിരഞ്ജീവി ആയിരുന്നു. മുകേഷിനും ലിസിക്കും ചിരഞ്ജീവിയെ പരിചയമില്ല. പെട്ടെന്ന് സംഘത്തിൽ സുഹാസിനിയെ കണ്ടു. ലിസിയും സുഹാസിനിയും ഒരുമിച്ച് ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ലിസിയെ കണ്ട് സുഹാസിനി അടുത്തു ചെന്നു. ലിസി സുഹാസിനിയോട് കാര്യം പറഞ്ഞു. തനിക്ക് വേണ്ടി ബുക്ക് ചെയ്ത കൂപ്പയിലേക്ക് സുഹാസിനി ലിസിയെ ക്ഷണിച്ചു. മുകേഷിന് അക്കാലത്ത് സുഹാസിനിയെ പരിചയമില്ല. എന്റെ കൂടെ മുകേഷ് ഉണ്ട്, ലിസി പറഞ്ഞു. സുഹാസിനി പ്രശ്നം ചിരഞ്ജീവിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. മുകേഷും ഒരു നായകനാണെന്ന് കേട്ടപ്പോൾ ഒപ്പം കൂടിക്കോളാൻ ചിരഞ്ജീവി സമ്മതിച്ചു. ചിരഞ്ജീവി ആകെ കൂടി കണ്ടിട്ടുള്ള ഏക മലയാള സിനിമ ബോയിങ് ആണ്. തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്യാൻ സുകുമാരി കാസറ്റ് കൊടുത്തപ്പോഴാണ് കണ്ടത്. ഏതാണ് തടിച്ചു മനുഷ്യൻ? ചിരഞ്ജീവി മുകേഷിനോട് ചോദിച്ചു. അതാണ് മോഹൻലാൽ, കൂടെയുള്ളത് ഞാനാ, മുകേഷ് പറഞ്ഞു. ചിരഞ്ജീവിയും മുകേഷും സൗഹൃദത്തിലായി. ചിരഞ്ജീവിയോടൊപ്പം ആ കമ്പാർട്ട്മെന്റിൽ സഹനടന്മാരും സംവിധായകരും ക്യാമറാമാനും എല്ലാം ഉണ്ട്. മൊത്തം 6 പേർ. ട്രെയിൻ കുറെ ദൂരം പിന്നിട്ടപ്പോൾ തെലുങ്ക് സംഘം ക്രിയാത്മക പരിപാടികളിലേക്ക് കടന്നു. ചിരഞ്ജീവി ഷാമ്പെയിൻ മാത്രമേ കഴിക്കൂ. ഒപ്പം സമോസ, കട്ട്ലറ്റ്, മിക്സ്ചർ, ചിക്കൻ ഫ്രൈ തുടങ്ങിയ വിഭവങ്ങൾ വന്നുകൊണ്ടിരുന്നു. മുകേഷിന്റെ തൊട്ടടുത്താണ് പടത്തിലെ പ്രധാന കൊമേഡിയൻ ഇരിക്കുന്നത്. അയാൾ ഒരു കോളേജ് പ്രൊഫസർ കൂടിയാണ്. പെട്ടെന്ന് TTE വന്നു. വന്ന പാടെ അയാൾ ചിരഞ്ജീവിയോട് പറഞ്ഞു, സാർ, ടോയ്ലറ്റിലെ പൈപ്പിന്റെ ടാപ്പ് ആരോ ഒടിച്ചെടുത്തിരിക്കുന്നു. വണ്ടി വിടും മുൻപ് വരെ അത് അവിടെ ഉണ്ടായിരുന്നു. ചിരഞ്ജീവിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. വണ്ടി വിട്ടതിനു ശേഷമാണെങ്കിൽ ആ ടാപ്പ് ഒടിച്ചെടുത്തത് ഞങ്ങളിൽ ആരെങ്കിലും തന്നെയായിരിക്കണം. പരിശോധിച്ചോളൂ, ചിരഞ്ജീവി പറഞ്ഞു. എല്ലാവരുടെയും പെട്ടികൾ TTR പരിശോധിച്ചു. പരിശോധനയ്ക്കായി മുകേഷ് എണീറ്റപ്പോൾ ചിരഞ്ജീവി സ്നേഹപൂർവ്വം പറഞ്ഞു, മുകേഷ് ഇരിക്കൂ, മുകേഷ് ഞങ്ങളുടെ ഗസ്റ്റാണ്. മുകേഷ് ഇരുന്നു. TTE ഒടുവിൽ പരിശോധിച്ചത് കൊമേഡിയനായ പ്രൊഫസറുടെ പെട്ടിയാണ്. ടാപ്പ് ആ പെട്ടിയിൽ ഉണ്ടായിരുന്നു. ചിരഞ്ജീവിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. തെലുങ്ക് സിനിമയ്ക്ക് തന്നെ നാണക്കേടായെന്നും പറഞ്ഞ് ചാടി എണീറ്റ് ചിരഞ്ജീവി ആ കൊമേഡിയന്റെ ചികിടത്തൊന്ന് പൊട്ടിച്ചു. ഈ മുകേഷ് കേരളത്തിൽ പോയി എല്ലാവരോടും പറയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചിരഞ്ജീവി ദേഷ്യം കൊണ്ട് വിറച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ മുകേഷ് പകച്ചു നിന്നു. ആ കൊമേഡിയൻ പേടിച്ചു വിറച്ചു നിൽക്കുകയാണ്. ഇവൻ പല തവണ ഇത് ആവർത്തിച്ചു. ഇവൻ അറസ്റ്റ് ചെയ്യണം, TTEയോട് ചിരഞ്ജീവി പറഞ്ഞു. അയാളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന കാഴ്ച കണ്ട് ചിരഞ്ജീവിയോട് മുകേഷ് ചോദിച്ചു, എന്തായാലും നിങ്ങളുടെ കൂടെ വന്ന ആളല്ലേ, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, ചിരഞ്ജീവി പറഞ്ഞു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ചിരഞ്ജീവി മുകേഷിന്റെ മുഖത്തേക്ക് നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മുകേഷ് പേടിച്ചു പോയോ? ഇതൊക്കെ എൻ്റെ ഒരു തമാശയല്ലേ. ഇത്തരം പ്രാക്ടിക്കൽ ജോക്സ് ആണ് എനിക്കിഷ്ടം. ചിരഞ്ജീവി നിസാര മട്ടിൽ പറയുന്നത് കേട്ട് മുകേഷ് അമ്പരന്നു പോയി. ടാപ്പ് മോഷണവും അറസ്റ്റും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്ന്, എല്ലാം ഒരു തമാശയാണെന്ന് മുകേഷിന് പേടി തോന്നി. അല്പം മുൻപ് പരിചയപ്പെട്ട തന്റെ നേർക്കും ചിരഞ്ജീവി പ്രാക്ടിക്കൽ ജോക്സ് പ്രയോഗിക്കുമോ എന്ന് മുകേഷ് പേടിച്ചു. TTE ഉൾപ്പെടെ സകലരും ഈ പ്രാക്ടിക്കൽ ജോക്കിന് പിന്നിലുണ്ടെന്ന് മുകേഷിന് മനസ്സിലായി. എല്ലാവരും ചിരിച്ചിട്ടും മുകേഷ് മാത്രം ചിരിച്ചില്ല. അല്പം കഴിഞ്ഞ് ഒരു കൊലപ്പുള്ളിയെ പോലെ TTE ആ പാവത്തിനെ തിരിച്ചു കൊണ്ടുവന്നു. റെയിൽവേ പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള സ്റ്റേഷനിലേ ഉള്ളൂ എന്ന്. അയാളെ കണ്ടയുടൻ ചിരഞ്ജീവി വീണ്ടും ഗർജിച്ചു, തെലുങ്ക് സിനിമയുടെ മാനം കെടുത്താൻ പിറന്നവൻ. ആ കൊമേഡിയന്റെ അവസ്ഥ കണ്ട് മുകേഷ് ചിരഞ്ജീവിയോട് ചോദിച്ചു, ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചൂടെ? വളരെ കഷ്ടപ്പെട്ട് ചിരഞ്ജീവി മാപ്പ് കൊടുക്കാമെന്നേറ്റു. കുറെ നേരം കഴിഞ്ഞു. ആ കൊമേഡിയൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് മുകേഷിനോട് തീപ്പെട്ടി ഉണ്ടോന്ന് ചോദിച്ചു. അത് ചിരഞ്ജീവി കണ്ടു. നീ ആരോടാ തീപ്പെട്ടി ചോദിക്കുന്നത്? ഭാഷ ഏതായാലും ഒരു ഹീറോയാണെന്ന് ഓർമ്മ വേണം. ചിരഞ്ജീവി വീണ്ടും കൊമേഡിയനോട് ചൂടായി. രാത്രി ആയപ്പോഴേക്കും ശരിക്കുമുള്ള ഭക്ഷണം വന്നു. 6 പേർക്ക് കഴിക്കാൻ 15 കാരിയറുകളിലാണ് ഭക്ഷണം വന്നത്. ദൂരത്തിന്റെ മറ്റൊരു മേള. ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുൻപ് മുകേഷ് ചിരഞ്ജീവിയോട് ചോദിച്ചു, ആ കൊമേഡിയൻ ഒരു പ്രൊഫസർ കൂടിയല്ലേ മിസ്റ്റർ ചിരഞ്ജീവി? ഇയാൾ വലിയ നിലയിലായി കഴിയുമ്പോൾ ഇതിനെല്ലാം പ്രതികാരം ചെയ്യില്ലേ? മുകേഷിന്റെ ചോദ്യം കേട്ട് ചിരഞ്ജീവി പൊട്ടിച്ചിരിച്ചു. അവരൊക്കെ വെറും കൊമേഡിയന്മാരല്ലേ, നമ്മൾ അങ്ങനെയാണോ? നമ്മൾ ഹീറോമാരല്ലേ? ചിരഞ്ജീവിയുടെ മറുചോദ്യം കേട്ട് മുകേഷ് ഒന്നും മിണ്ടിയില്ല.
ട്രെയിൻ മദ്രാസിലെത്തി. ചിരഞ്ജീവിയും കൂട്ടരും യാത്ര പറഞ്ഞു പോയി. കുറെ കാലം കഴിഞ്ഞു. ഈ കൊമേഡിയൻ തെലുങ്കിൽ സൂപ്പർ സ്റ്റാറായി. സിനിമയുടെ അവസ്ഥയാണിത്. ഇന്നത്തെ സൂപ്പർ ഹീറോ നാളെ വെറും സീറോയായും ഇന്നത്തെ സീറോ നാളെ സൂപ്പർ ഹീറോയായെന്നും വരും. അതുപോലെ ചിരഞ്ജീവി തെലുങ്കിൽ ഔട്ടായി പോകുന്ന അവസ്ഥയിലും എത്തി. ഈ അനുഭവമെല്ലാം പങ്കുവെച്ച മുകേഷ് അവസാനം പറയുന്നത് ഇങ്ങനെയാണ്: പഴയ ആ കൊമേഡിയൻ ഇപ്പോൾ ചിരഞ്ജീവിയുടെ അടുത്ത് പ്രാക്ടിക്കൽ ജോക്സ് ഇറക്കുന്നുണ്ടാവുമോ എന്ന് ഞാൻ വെറുതെ മനസ്സിലോർക്കാറുണ്ട്.